ഉമ്മ ഭയങ്കര ഗ്ലാമർ കണ്ടേ. ഞാൻ സുന്ദരിയായിരുന്നടാ. ഇപ്പോഴെന്താ മോശമാണ്? ഇപ്പോഴും അടിപൊളി അമ്മ. സുന്ദരിയായിരുന്നു. ഇതാണ് നമ്മുടെ ഉമ്മ. ഉമ്മക്ക് 18 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ആണ്ടേ ഇപ്പൊ അതാണ്ട് 56 വയസ്സായിട്ടുള്ള ഫോട്ടോ. സർജിക്കാടെ വാപ്പ എവിടെ പോയി എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതാണ് സർജിക്കാടെ വാപ്പ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴത്തേക്കും വാപ്പാക്ക് ഒരു ആക്സിഡന്റ് പറ്റി കുറച്ച് നാൾ വയ്യാതെയൊക്കെ കിടന്നിട്ട് മരണപ്പെട്ടതാണ്. അതിനുശേഷം ഉമ്മ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. സർജുക്കായെ നോക്കി ഇങ്ങനെ അങ്ങ് ജീവിച്ചു. ആണ്ടേ ഇതൊക്കെ ഉമ്മാടെയും വാപ്പാടെയും പഴയ ഫോട്ടോയാട്ടോ. ഇത് വാപ്പാടെ ഉമ്മ കൂടെ നിൽക്കുന്നത്. ഇത് ഉമ്മായും വാപ്പായും മാമായും. 18 വയസ്സുള്ളപ്പോൾ കണ്ടാ റൈലാമ്മ ഇരിക്കുന്ന എങ്ങനെയാന്ന്, ഇപ്പൊ ഇരിക്കുന്നുണ്ട് എങ്ങനെയാന്ന്. എന്തുമ്മാ വേറൊരു കല്യാണമൊന്നും കഴിക്കാൻ ഞാൻ വയസ്സ് കുറവല്ല. അയ്യോ, കല്യാണം കഴിച്ചിട്ട് വല്ലവരും വന്ന് പിന്നെ നിനക്ക് ഒന്നും തരാതൊക്കെ ഇരുന്നാ എന്തോ ചെയ്യും? അന്നത്തെ കാലം പട്ടിണിക്കാലം. എന്നോടുള്ള സ്നേഹം കൊണ്ട് അല്ല, പട്ടിണിക്കാലത്തിൽ വേറൊരാള് വന്നാ മൂത്ത കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ എന്തു? അതുകൊണ്ട് നീ സൂക്ഷിച്ച് മര്യാദക്ക് ജീവിക്കണം ഇനിയുള്ള കാലം. എന്റെ ഉമ്മ നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഉമ്മ അല്ലാതെ തന്നെ ഉമ്മ ഒരു ഫയർ ലേഡിയാണ്. ഉമ്മ എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ വാപ്പ മരിച്ചു പോയതാണ്. ഇവർക്ക് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മക്കളുണ്ടായത്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ ഉരുളി കമത്തി അവർക്ക് എന്നെ പോലെ അടിപൊളി ഒരു മോൻ ഉണ്ടായി. ഒന്നും പറയണ്ട ഒന്നും പറയണ്ട. എന്നിട്ട് പക്ഷെ വേറൊരു കാര്യം, വേറെ കല്യാണമൊന്നും കഴിക്കാതെ ഇങ്ങനെ നോക്കുന്നവരെന്ന് വെച്ചാൽ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കി. ഇതെന്റെ മൂത്ത മാമയാണ് അടുത്തിരിക്കുന്നത്. മാമയൊക്കെ സെറ്റപ്പായിട്ടിരിക്കുന്നത്. അങ്ങനെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഫയർ ലേഡിയാണ് എന്റെ ഉമ്മ. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, വാപ്പ എവിടെ, വാപ്പായെ കുറിച്ച് പറയുന്നില്ല, സർജുന്റെ ഉപ്പായെ കുറിച്ച് പറയുന്നില്ല. വാപ്പ എനിക്ക് 4 വയസ്സുള്ളപ്പോഴേ മരിച്ചുപോയതാണ്. എനിക്ക് ചെറുതായിട്ട് കണ്ട ഓർമ്മയുള്ളൂ. എനിക്ക് വാപ്പായും ഉമ്മായും എല്ലാം ഈ കിടക്കുന്ന മുതലാണ്. ഞങ്ങൾ അടിയുണ്ടാക്കുന്നത് ഇതെല്ലാം വെറുതെയാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കഥാപാത്രങ്ങളും ചെയ്യും. എന്ത് പറയുന്നു? ഒറിജിനലായിട്ട് ഞങ്ങൾ അടിയുണ്ടാക്കും ഇടയ്ക്ക്. ഒറിജിനലായിട്ട് വീട്ടിൽ പൊരിഞ്ഞടി, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ആഴ്ചോറ് സിനിമ, മോഹൻകാട സിനിമ, ലാലേട്ടന്റെ സിനിമ, അതൊക്കെ മനുഷ്യർ പോയി കാണുന്ന സംഭവമല്ലേ. ദുൽഖറിന്റെ സിനിമ, പൃഥ്വിരാജിന്റെ സിനിമ, അതൊക്കെ ഒരു പിള്ളേരായിട്ടുള്ളവർ പോയി. അതിന് ഞങ്ങൾ തമ്മിൽ അടിയാട്ടാ. അതേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫയർ ലേഡിയെ കണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാര് കാണും. മക്കളെ മാത്രം നോക്കി സ്വന്തം ജീവിതം അതിനു വേണ്ടിയിട്ട് കൊടുത്ത ഒരുപാട് മക്കൾ. അതുകൊണ്ട് എന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി തന്നില്ലേ? നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തു തന്നെ. ഇനിയാണ് കാണണ്ടേന്ന് പറഞ്ഞ എന്താ കല്യാണം കഴിക്കുന്നുണ്ടാവും? അതല്ല, നീ ഇപ്പോഴാണ്. എനിക്ക് അപ്പോഴേ അറിയാം കല്യാണം കഴിച്ച നിങ്ങളെ വിധം മാറും. നിങ്ങളെ ഫോട്ടോ ഒക്കെ ഇട്ട് ഇത്ര പബ്ലിസിറ്റി ആക്കി സെറ്റപ്പ് ആക്കാൻ വേണ്ടി വന്നില്ലേ ഞാൻ? അധ്വാനിക്കാൻ തുടങ്ങിയത് ഇനിയാണ് അറിയുന്നത്. വയൽഡേ